പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചാണ്. അഖിൽ മാരാറിന് കിട്ടിയ പ്രതിഫലം NDA BJP നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പ്രതിഫലം 40 CR ആണ്. അതെന്തായാലും നന്നായി അഖിൽ മാരാർ ആ പണം മേടിച്ചത്. എന്തായാലും തോക്കും, എന്തായാലും ലൈഫ് സെറ്റിൽ ആവാലോ. ലൈഫ് സെറ്റിലായി നിൽക്കുന്ന ഒരു സംഭവമല്ലത് 40 CR. പിന്നെ അവന് എങ്ങനെ ഈ ജന്മം മൊത്തം അടുത്ത ജന്മം അധ്വാനിച്ചാൽ 40 CR കിട്ടാൻ പോകുന്നില്ല. അതൊരു വാസ്തവം. ഇതിന് ഒരുപാട് സെലിബ്രിറ്റി അതിന് ശേഷം ചോദിച്ചിട്ടുണ്ട്. രേണു സുധി ചോദിച്ചിട്ടുണ്ട്, തൊപ്പി ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് സെലിബ്രിറ്റി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പറയുമ്പോഴത്തേക്ക് സെലിബ്രിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഇതായത് ഈ അഖിൽ മാരാറാണ്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ BJP ആൾക്കാരും ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും BJP കാരനല്ല ആര്, നമ്മൾ അഖിൽ മാരാർ. പണത്തിന് വേണ്ടി നിന്നതാണ്. ഒരു നല്ല ബ്ലോഗറാണ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലോഗറാണ്. ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഈ BJP കാർ തെറ്റി വരുന്ന ഒരു വ്യക്തിയാണ്. പണത്തിന് എന്ന് സംഭവിക്കും. പിന്നൊരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ പണം മേടിച്ച് വരുന്നുണ്ട്. പണത്തിനല്ലാതെ ഫ്രീ ആയിട്ട് ഏത് MLA ഇതുവരെ ചെയ്തിട്ടുള്ളത്? നാടിന്റെ ഐക്യത്തിനും നാടിന്റെ മനുഷ്യത്തിനും വേണ്ടി ഏതൊരു MLA ഏതൊരു മന്ത്രിമാരോ ഈ ഇന്ത്യ മാറിനത് ചെയ്തതില്ല. അവരൊക്കെ പണത്തിന് വേണ്ടി തന്നെ. ചിലപ്പോ നല്ലൊരു വ്യക്തിയായിരിക്കും, ഇലക്ഷൻ നിന്നാൽ പണം കാണുമ്പോ അവന്റെ കണ്ണും മഞ്ഞടിക്കും. അതൊരു വാസ്തവമാണ്. പക്ഷെ അഖിൽ മാരാറിന് 40 കോടി കിട്ടി. സംഭവം നല്ലൊരു കാര്യം തന്നെ ചെയ്തത്. പിന്നെ കാര്യമുണ്ട്, ഓരോരു ആൾക്കാരുണ്ട് അമ്മനച്ഛനെ നോക്കാനൊക്കെ സമയം കിട്ടുന്നില്ല. അമ്മനച്ഛനൊക്കെ ഈ വൃദ്ധസദനത്തൊക്കെ നിർത്തുന്ന സമയത്ത് അവൻ നാട്ടിനെ സേവിക്കാൻ പറ്റുന്നത്. ഏത് MLA എല്ലാം കള്ളന്മാര. ഇലക്ഷൻ ഏതൊരു പാർട്ടി നിൽക്കട്ടെ, എല്ലാ ആൾക്കാരും കള്ളന്മാരാ. കള്ളനല്ലാത്ത ഒരു MLA ഒരു MP കാണിച്ചെന്നോളൂ, എല്ലാവരും കള്ളന്മാരാ. കള്ളന്മാർ നിന്ന് പറയുന്നത് തന്നെ ഈ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ കള്ളന്മാരാ. പിന്നെ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ മൊത്തം പെൺകുട്ടിയന്മാരാ. അവർ കള്ളന്മാർ മാത്രമല്ല, പെൺകുട്ടിയന്മാരും കൂടി. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അഖിൽ മാരാർ എന്തായാലും പണം മേടിച്ച് നന്നായി. കൺഗ്രാറ്റുലേഷൻ, ഗുഡ് ലക്ക് മിസ്റ്റർ അഖിൽ മാരാർ. എന്നാ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഓരോരു നമ്മളെ നാടിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു പോയതാണ്.